കുട്ടനാട്ടിൽ നിന്നും കുടക് വഴി പോയി തിരിച്ചു വരുന്ന വഴിയിലാണ് നമ്മൾ മുഴുപ്പിലങ്ങാടി ഡ്രൈവിംഗ് ബീച്ചിൽ ഇറങ്ങിയത്. ഏകദേശം 4 കിലോമീറ്ററിലധികം നീളമുള്ള ഈ ഡ്രൈവിംഗ് ബീച്ച് കണ്ണൂരിലെ തലശ്ശേരിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഏക ഡ്രൈവിംഗ് ബീച്ചും ഇത് തന്നെയാണ്. ഏതൊരു വാഹനപ്രേമിയും ഡ്രൈവറും വാഹനം ഓടിക്കാൻ വളരെയധികം കൊതിക്കുന്ന ഒരു സ്ഥലം കൂടിയാണിത്. എല്ലാ വർഷവും ഏപ്രിൽ മെയ് മാസങ്ങളിൽ ബീച്ച് ഫെസ്റ്റിവലും ഇവിടെ നടക്കാറുണ്ട്. ബീച്ച് ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് സാംസ്കാരിക പരിപാടികൾ, കടലിലെ സാഹസയാത്രകൾ, കുട്ടികളുടെ വിനോദ പരിപാടികളൊക്കെ നടക്കാറുണ്ട്. കടലിലെ വേലിയേറ്റ സമയത്ത് ഉപ്പുവെള്ളം കയറി നനയുന്നതിൽ മണ്ണിന് നല്ല ഉറപ്പുണ്ടാകും. അതുകൊണ്ട് തന്നെ വണ്ടിയുടെ ടയറുകൾ താഴ്ന്നു പോവുകയില്ല. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഡ്രൈവിന് ഏറ്റവും അനുയോജ്യമായ ഒരു സ്ഥലമായി മാറുന്നത്. ഇവിടുത്തെ കടലിന് ആഴം കുറവായതുകൊണ്ട് തന്നെ സ്വിമ്മിങ്ങിനും അനുയോജ്യമായ ഒരു സ്ഥലം കൂടിയാണിത്. കടൽ വെള്ളത്തിന്റെ ഉപ്പ് വണ്ടിയുടെ ബോഡിക്ക് ഡാമേജ് ഉണ്ടാക്കുമെന്നതിനാൽ തന്നെ ഇവിടെ നമ്മൾ ഇറങ്ങുന്ന ഉടനെ വാഷ് ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടതാണ്. വാഷ് ചെയ്യുമ്പോഴത്തേക്ക് പറഞ്ഞ് 2 തവണ വൃത്തിയായിട്ട് വെള്ളം അടിച്ച് കഴുകി ക്ലീൻ ആക്കേണ്ടതാണ്. കണ്ണൂരുകാരുടെ ജീവിതത്തിന്റെ പ്രധാന ഒരു ഭാഗം കൂടിയാണ് ഈ മുഴുപ്പിലങ്ങാടി ബീച്ച് എന്ന് തന്നെ പറയാം. രാവിലെ ക്രിക്കറ്റ് കളിക്കാനും വിനോദസഞ്ചാരത്തിനും അവർ വളരെയധികം ആശ്രയിക്കുന്ന ഒരു സ്ഥലം കൂടിയാണിത്. നല്ല ആളുകളുടെ പെരുമാറ്റത്തിന് പേര് കേട്ടതുപോലെ തന്നെ നല്ല ഭക്ഷണത്തിനും പേര് കേട്ടൊരു സ്ഥലം കൂടിയാണ് കണ്ണൂർ. തെക്കൻ കേരളത്തിലുള്ളവർക്ക് കണ്ണൂർ എന്ന് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് പാർട്ടിയും, പാർട്ടി ഗ്രാമങ്ങളും, പാർട്ടി ചിഹ്നങ്ങളുമാണ്. മുഴുപ്പിലങ്ങാടി ബീച്ചിലെ കടലിൽ പാറക്കൂട്ടങ്ങൾക്ക് നടുവിലായി പാർട്ടിയുടെ ചിഹ്നങ്ങൾ നമുക്ക് വളരെ വ്യക്തമായി കാണാവുന്നതാണ്. ഇന്ത്യയിലെ തന്നെയല്ല, ഏഷ്യയിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ ഒരു ഡ്രൈവിംഗ് ബീച്ചാണ് മുഴുപ്പിലങ്ങാടി ബീച്ച്. ഇതിനോട് 200 മീറ്റർ മാറിയിട്ടാണ് ധർമ്മടം തുരുത്തുള്ളത്. കാഴ്ചകളിവിടെ അവസാനിക്കുന്നില്ല. പുതിയ കാഴ്ചകളുമായി ഞാൻ വീണ്ടും എത്തുന്നതാണ്. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ.